ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ വല്ല ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്തനെ അറിയുപോലും ഇല്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ അത് നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും എന്തുണ്ടാ ഉണ്ണിമൂന്തൻ മേജർ രവി എടുത്തിട്ട് ഇടിച്ചു മുക്കി എന്നുള്ള ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല അവർ. അപ്പോൾ അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലെറിഞ്ഞു. നമ്മൾ ആദ്യം എന്താ പറയുക? ആ ഒരു തള്ളയായിട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണതെന്നത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ അമ്മേനെയും കുറ്റപ്പെടും. അതിൻ്റെ കാരണം എന്താണ്? അത് ഭർത്താവിൻ്റെ അനിയനാണ്, ഇങ്ങനെയെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമൂന്നിൻ്റെ വെയിറ്റ് ചെയ്യും. ഏതാ കറക്റ്റ്? ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അതൊരു സംഭവം. ഉണ്ണിയെടുത്ത് അത് പഠിക്കണം എനിക്ക്. സംസാരിച്ചില്ല, പെട്ടെന്നുള്ള പ്രഭാവത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സെറ്റുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് രമ്യതയിലാക്കിയത് ഉണ്ണിമൂന്തനാണെന്നും പറയുന്നു. കറക്റ്റ്. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചത് എന്താണ് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ വിളിച്ചിട്ടില്ല. എനിക്ക് ഉണ്ണിമൂന്ന കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഒന്നും ഉണ്ടാവില്ല. നീ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? അപ്പം ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷൻ ആൻറ്റി കഴിഞ്ഞപ്പം. ഞാനത് ഇട്ട് വരുമ്പോൾ പറയാം, നീ അന്ന് പൊട്ടിക്കല്ലേ. അല്ലില്ല, ആ കണ്ണാടിയോടുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? വിപിൻ അടിച്ചത് കറക്റ്റ്. അത്രേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് ഞാൻ പറയാം, നീ ഇപ്പം ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് എന്നെ കുറേ തെറി വിളിക്കും, എന്നെ കുറേ ആൾക്കാർ തെറി വിളിക്കുന്നത്. പിന്നെ ഒന്നും ഫേസ് എനിക്ക് കാണില്ല, പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെറി വിളിച്ച് ഞാൻ അടിക്കും. അത് ഉണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങളാരും നേരിട്ട് വന്ന് വിളിക്കൂല. അപ്പം അതുപോലെ ഉണ്ണിമൂന്തനെ ഇപ്പം തെറി വിളിച്ചോ ഇല്ലയെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നില്ല. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല. കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ എന്ത് തന്നെയാലും ശരി കോടതിയിലത് നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പം അതുകൊണ്ട് ഉണ്ണിമൂന്തം പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, നമ്മളത് വിശ്വസിച്ചിരിക്കുന്നു. നിലപാട് ഇത്രയേ ഉള്ളൂ. ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ. ഇനി വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. അടിച്ചു. നീ എനിക്കിട്ടേ അങ്ങനെ ബിപിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് അതാ ഞാൻ പറയാഞ്ഞത്. ഞാൻ ചോദിക്കണമല്ലോ രണ്ടുപേരുടെയും. കറക്റ്റ്. പക്ഷെ അത് പിന്നെ കോടതി തെളിയിപ്പിച്ചു, വക്കീലുമാരുണ്ട് അവിടെ, എല്ലാം തെളിയിച്ചു. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പണ്ട് ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് മൗലൊരു അടി നടന്നിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ടു ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു. പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു. കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ആൾ ഒരു സർദാർ ഓഫീസറായിരുന്നു. ഒരു പേപ്പർ എടുത്ത് തന്നു. രാത്രിയായിരുന്നു.
അതിൽ നിൻ്റെ എവിടെയൊക്കെ അപ്പം ഞാൻ നോക്കി എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചതവ്, ഇടി, കുത്ത്, മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത്. എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതവിടെ കേസ് വരുന്ന സമയത്ത് നമുക്കതൊക്കെ മാറ്റി.